നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നാടൻ സ്റ്റൈലിൽ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. രാവിലെ കാപ്പിക്ക് അപ്പം ചിക്കൻ കറി. അപ്പോൾ നമ്മളതിനായിട്ട് 2 സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള നമുക്ക് നീളത്തിൽ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. 2 സവാള അരിഞ്ഞെടുക്കുന്നുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് നീളത്തിലൊന്ന് കീറിയെടുത്തിട്ടുണ്ട്. തക്കാളി നീളത്തിലൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഇടിച്ചെടുക്കാം. നമ്മൾ ചിക്കൻ കഴുകാനായിട്ട് ആദ്യം കഴുകുന്ന സമയത്ത് ഒരല്പം വിനാഗിരി ഒഴിച്ചാണ് കഴുകുന്നത്. അപ്പോൾ ആ ചിക്കൻ്റെ ഒരു സ്മെല്ല് മാറി കിട്ടാനായിട്ട് അത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടുക് വറുത്ത് സവാളയൊക്കെ അതിനകത്തിട്ട് വഴറ്റി കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കതിനുള്ള പൊടികളൊക്കെ എടുത്ത് വെക്കാം. ചിക്കൻ പൗഡർ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടിയെല്ലാം അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവേ. തക്കാളി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നമുക്കതൊന്ന് മൂടി വേവിക്കാനായിട്ട് വയ്ക്കാം. ചിക്കൻ വേകുമ്പോഴത്തേക്കും നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പത്തിൻ്റെ മാവൊക്കെ നല്ല പാകത്തിന് നല്ലവണ്ണം പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് അരി അരയ്ക്കുന്ന കൂട്ടത്തിൽ പുളിമാവും അല്പം ചോറും ഇട്ടാണ് അരയ്ക്കുന്നത്. കപ്പി കാച്ചാറൊന്നുമില്ല കേട്ടോ. നല്ല സോഫ്റ്റായ അപ്പം നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തനി നാടൻ സ്റ്റൈലിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നാട്ടിൻപുറത്തെ സാധാരണ രീതിയിലുള്ള പാചകമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.